ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 4 മീറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഫുൾ സ്ലീവ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ആദ്യം ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഫോൾഡ് ചെയ്തിടുന്നുണ്ട്. 2 സ്ലീവും കൂടി ഒരുമിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് അവിടെ ഫോൾഡ് ചെയ്തിട്ട് ലെങ്ത് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മെറ്റീരിയലിന് വിഡ്ത്ത് വൈസ് ആണ് ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു മെറ്റീരിയൽ ലെങ്ത് കുറവായതുകൊണ്ട് അങ്ങോട്ട് കിട്ടത്തില്ല 2 സ്ലീവും കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത് അത് ആദ്യം ഈ ഒരു മെറ്റീരിയലിന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒന്ന് എൻ്റെ സ്ലീവ് മെഷർ ചെയ്യുന്നുണ്ട്. കുറച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. ലാസ്റ്റ് വേണമെങ്കിൽ കട്ട് ചെയ്യാമല്ലോ. അപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത് ആയിട്ട് ഫുള്ള് 24 എടുക്കുന്നത് കേട്ടോ. അപ്പോൾ സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് 24 ലെങ്ത് എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അതൊന്നിവിടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് 2 സ്ലീവിനുള്ള മെറ്റീരിയൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ വിഡ്ത്തൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഭാഗത്തേക്ക് ഫുള്ള് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വരുന്നത്. ഈ ഒരു സ്ലീവിന് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 10 ഇഞ്ച് ഉണ്ട്. അപ്പോൾ ഫുള്ള് ഒരു സ്ലീവിന് 20 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഷേപ്പൊക്കെ ആക്കി കൊടുക്കാം. ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് തുടക്കത്തിൽ. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റത്തുനിന്ന് ഒരു 3 ഇഞ്ച് താഴേക്ക് ആദ്യം വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ 3.5 ഇഞ്ച് നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. അതൊന്ന് വരച്ചിട്ട് നമുക്ക് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഞാനിത് ഇതിനകത്ത് കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ മേളിൽ ഈ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് മേളിൽ കൂടിയും പിന്നെ ഈ ഭാഗത്തേക്ക് താഴേക്കുമാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ അറ്റത്ത് നമുക്ക് എത്രയാണ് വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതൊന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ 2 സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഫുള്ള് പ്ലേറ്റ്സ് ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഫ്രണ്ടിൽ ഓപ്പൺ വന്നിട്ട് പിന്നെ പ്ലേറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ ഇതുവരെയും ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പം ഞാനിത് എൻ്റേതായൊരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞാനിത് എൻ്റേതായ രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ്. അപ്പം നമുക്കിതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് എത്ര വേണം അത് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഫുൾ എടുത്തിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതിൻ്റെ ഈ നമ്മൾ 40 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ബോട്ടം പാർട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗം എടുത്തിട്ടാണ് ഞാൻ യോക്കിലേക്ക് എടുക്കാൻ പോകുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ മെറ്റീരിയൽ ഫുള്ളൊന്ന് ഫോൾഡ് ചെയ്തിടാണ്. അതായത് വേറൊന്നുമില്ല, ഈ ഒരു മെറ്റീരിയൽ ബാക്കി വന്നത് ഫുള്ളൊന്ന് ഫോൾഡ് ചെയ്തിടാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നത് 43 ഇഞ്ചാണ്. അതിൽ നിന്ന് നമ്മുടെ യോക്കിൻ്റെ ലെങ്ത് ആയിട്ടുള്ള 14 ഞാൻ മൈനസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാലൻസ് വരുന്ന 29 ഇഞ്ചാണ് ഇതിനകത്ത് എടുത്ത് കൊടുക്കേണ്ടത്. അതിനകത്ത് നമുക്ക് സീം അലവൻസ് ആയിട്ട് ഞാനിവിടെ 1/2 ഇഞ്ച് മാത്രമേ ഇടുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം ലോക്കാണ്. അപ്പം ഞാൻ ഇവിടെ മടക്കി അടിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ യോക്കുമായിട്ട് ജോയിൻ ചെയ്യാനുള്ള 1/2 ഇഞ്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നുള്ളൂ. അപ്പോൾ 29.5 ഇഞ്ചാണ് ഞാൻ ആദ്യം ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് ഇതിന് ബാലൻസ് വരുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ യോക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇത് നമുക്ക് ലെങ്ത് വൈസ് കിട്ടില്ല. ഞാൻ ഇതിനകത്ത് വിഡ്ത്ത് വൈസ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് യോക്കിന് വേണ്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ ഫ്രണ്ടിൽ നമ്മളൊരു ഓപ്പൺ പോലെ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ബാക്കിൽ സിബും വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കട്ടൊന്നും വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ യോക്കിനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം ഈ ഒരു പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അതായത് ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് ആദ്യം ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 29.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ബാലൻസ് ഈ ഒരു മെറ്റീരിയൽ നിന്നാണ് യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് വേറൊന്നുമില്ല, നമ്മുടെ ലെങ്ത് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നിങ്ങൾക്ക് യോക്കിൽ ഫ്രണ്ടിലും ബാക്കിലും കട്ട് വരുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യം സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലെങ്ത് എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഓപ്പൺ ആണ് വരുന്നത്. അതായത് ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കട്ട് പോലെ കൊടുക്കുന്നുണ്ട്. ബാക്കിലാണെങ്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബാണ് വെക്കുന്നത്. അപ്പം നമുക്ക് 2 ഭാഗവും നമ്മൾ എന്തായാലും കട്ട് ചെയ്യും. അപ്പോൾ അതിന് പകരമായിട്ട് ഞാനിവിടെ ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. വേറെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ യോക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ മെറ്റീരിയലിൻ്റെ ബാക്കി വന്നതിൽ നിന്ന് 14 ഇഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ലെങ്ത് എത്രയാണോ അപ്പം നിങ്ങളുടെ യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതൊന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എൻ്റെ യോക്കിൻ്റെ ലെങ്ത് വരുന്ന 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് സീം എലമെൻസും കൂടി ഇട്ടിട്ട് മൊത്തം 14 ഇഞ്ചിൽ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ ഞാൻ 2.25 ഇഞ്ച് നെക്കിൻ്റെ വിട്ടും പിന്നെ ഷോൾഡർ എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 6.5 ആണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് ആം ഹോളും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 6.
1.5 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ എത്രയാണോ മെഷർമെന്റ് വരുന്നത്, ഷോൾഡറും ആം ഹോളും വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്ന 2 പീസ് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പീസിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മുടെ ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ചെസ്റ്റ് ഇവിടെ എൻ്റെ വരുന്നത് 30 ഇഞ്ചാണ്. അപ്പോൾ 30നെ നമ്മൾ ആദ്യം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് കിട്ടുന്ന ആ ഒരു എമൗണ്ടിന് നമ്മൾ സീം അലവൻസ് ആയിട്ടുള്ള 1.5ഉം പിന്നെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം വരുന്നത് 9.5 ആണ്. അത് ഞാൻ റൗണ്ട് ചെയ്തിട്ട് 10 ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതാ 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്ന് 1.25 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു കർവ് വരാൻ വേണ്ടിയിട്ട് അന്ന് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു 14 ഇഞ്ച് വന്നവിടുന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു യോക്കിൻ്റെ വിട്ട് ഒന്ന് നോക്കിയാൽ മതി അത് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടെ വരുന്നത് 9.5 ആണ്. ഞാനതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും അവിടെ നിന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡറും ഷേപ്പും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിന്റെ വിഡ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 ആണ്. നെക്കിന്റെ വിഡ്ത്ത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.75 ആണ്. നെക്കിന്റെ ലെങ്ത് ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ചാണ്. നല്ലോണം കയറി നിൽക്കുന്ന നെക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് 2 ഇഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ഫ്രണ്ടിന്. അപ്പം ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് റൗണ്ട് ഷേപ്പാക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കും കൂടി കട്ട് ചെയ്യണം. അപ്പം ഫ്രണ്ടിന്റെ മെഷർമെന്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ടിൽ ആ ഒരു കട്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നെക്ക് എടുക്കുന്ന സമയത്ത് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് പോകുമല്ലോ. അപ്പം അതും കൂടി നോക്കിയിട്ട് വേണം ആ ഒരു നെക്ക് വിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്ന് ചെറുതായിട്ടൊരു മെഷർമെന്റ് മാറിപ്പോയിട്ടുണ്ട്. നെക്കിന്റെ വിട്ട് ഞാൻ 3 ഇഞ്ചാണ് കേട്ടോ എടുത്തത്. 2.25 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ ഫ്രണ്ട്, നമുക്ക് ഒരുപാട് ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 2.25 സാധാരണ എടുക്കുന്നത്, അതുകൊണ്ട് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 2.25 നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി അവിടെ നിന്ന് ജോയിൻ ചെയ്യണം. അപ്പം നമുക്കിനി ബാക്ക് നെക്ക് എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. നേരത്തെ കട്ട് ചെയ്ത പീസിൽ നിന്നും ബാക്കി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് തന്നെയാണ് ഞാൻ ബാക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നമ്മൾ എന്തായാലും കട്ട് ചെയ്യുമല്ലോ. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത ഭാഗം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ലെങ്ത് ആയിട്ട് ഞാൻ 14 തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് ഇതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. സാധാരണ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി എടുക്കുമല്ലോ ബാക്കിൽ. പക്ഷേ ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഫ്രണ്ടിൽ ഓൾറെഡി കട്ട് ചെയ്യുന്നതുകൊണ്ട് 2 ഭാഗത്തും ഒരേപോലെ തന്നെ എടുത്താൽ മതി. അതായത് 3 ഇഞ്ച് വിട്ടും നെക്കിൻ്റെ വിട്ട് എടുത്താൽ മതി. 2 ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ സെയിം പോലെ തന്നെ ഒന്ന് ബാക്കും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിൽ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് ഞാൻ 2.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് 2 ഇഞ്ചായിരുന്നു എടുത്തത്, ബാക്ക് 2.5 ഇഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് റൗണ്ട് നെക്ക് തന്നെയാണ്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയാണ് ബാക്കിൻ്റെ യോക്കിൻ്റെ കട്ടിങ് വരുന്നത്. പിന്നെ 14 ഇഞ്ച് ലെങ്ത്തും കൂടി ഒന്ന് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഒന്ന് കട്ട് ചെയ്യണം. അപ്പം യോക്ക് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ലൈനിങ് കട്ട് ചെയ്താൽ മതി. ഞാനിവിടെ ക്രേപ്പാണ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് വെച്ചിട്ട് യോക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യോക്കിന് ഞാൻ 4 പീസായിട്ട് തന്നെയാണ് ക്രേപ്പും കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്തായാലും രണ്ടും കൂടി വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് വെച്ച് ഫുള്ള് 4 പീസ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓരോ പീസ് വെച്ചിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡറും നെക്കും എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത്. ഞാൻ താഴേക്ക് ലൈനിങ് വെക്കുന്നില്ല, യോക്കിൽ മാത്രമാണ് കേട്ടോ ലൈനിങ് വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കട്ടിങ് വരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മുടെ നെക്കിന്റെ അവിടെ നിന്ന് 1/4 ഇഞ്ചിൽ നമുക്കൊന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സെയിം പോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ചെയ്യുന്നെങ്കിൽ 2 പീസും കറക്റ്റായിട്ട് നോക്കണം. എന്താ വെച്ചാൽ ഫ്രണ്ടും ബാക്കും തിരിഞ്ഞു പോകരുത്. പിന്നെ 2 നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രണ്ടിൻ്റെ 2 ഭാഗവും ലൈനിങ്ങും അതുപോലെ തന്നെ ബാക്കിലെയും ലൈനിങ്ങും മെയിൻ ക്ലോത്തും എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഫസ്റ്റ് 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ 1/4 ഇഞ്ചായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1/4 ഇഞ്ചിൽ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇവിടെ പിന്നെ ഇനി
സ്റ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അവിടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ബോൾസ് പോലെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, തെർമോക്കോളിൻ്റെ ബോൾസിൽ നമ്മൾ തുണി ചുറ്റിയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അതെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പുറത്തേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്ലോത്ത് ഞാനൊന്ന് പതിച്ചും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നല്ല വശം രണ്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം രണ്ട് നല്ല വശവും ഉള്ളിലേക്ക്, ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശം രണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ട് ഞാൻ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഭാഗവും ഉള്ളിലേക്ക് വെച്ചിട്ട് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ അതൊന്ന് തിരിച്ചിട്ടിട്ട് പതിച്ചും കൂടി അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് സൈഡ് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടി കൊടുക്കണം. ഫ്രണ്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ബാക്കിൽ നമ്മൾ സിബ് വെക്കുന്നുണ്ട്, ഇൻവിസിബിൾ സിബാണ് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നൊക്കെ കുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യേണ്ടത്. പതിച്ചടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഞാനിവിടെ ഒന്ന് കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് തിരിച്ചിട്ടിട്ട് പതിച്ചടിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ചുറ്റും ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ട് ഇങ്ങനെയാണുള്ളത്. ഇനി ഇതിൽ പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ താഴ്ഭാഗവും സൈഡ് ഭാഗവും എല്ലാം ഒന്ന് ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കും സൈഡും എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോൾസ് എന്തെങ്കിലും വെക്കണമെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ദെൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ താഴെയായിട്ട് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വൃത്തിക്ക് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതപ്പോൾ ഇത്രയാണ് ഫ്രണ്ട് ഭാഗത്തിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് ഭാഗം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ പീസുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗം ചെയ്ത സമയത്ത് നമ്മൾ ലൈനിങ്ങും രണ്ട് പീസ് ലൈനിങ്ങും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഇവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. എന്താ വെച്ചാൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണല്ലോ. അപ്പം ജസ്റ്റ് നമ്മുടെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി വെച്ചിട്ട് നെക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. നല്ല ഭാഗം രണ്ടിൻ്റെയും നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ, നമ്മുടെ സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യരുത്. അപ്പോൾ നെക്ക് രണ്ട് ഭാഗത്തിൻ്റെയും ഉള്ളിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ഭാഗവും അതുപോലെ തന്നെ സെയിം പോലെ തന്നെ ചെയ്യണം. നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ കേട്ടോ, വേറൊന്നും ചെയ്യരുത്. നെക്ക് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അവിടെ ഒരു കട്ടിട്ട് കൊടുക്കണം. ആ ഒരു നെക്ക് രണ്ടും ഒന്ന് കട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നെക്ക് മാത്രം ചെയ്യാവുള്ളൂ. അപ്പോൾ തിരിച്ചിട്ടിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം. രണ്ട് ഭാഗവും സെയിം പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വൃത്തിയായിട്ട് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കി ഭാഗം ഫുള്ളൊന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം താഴെ വരെയും, അപ്പോൾ ഇതാ താഴ്ഭാഗവും നമ്മുടെ സൈഡും ഫുള്ളായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗവും സെയിം പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ അവിടെയും പിന്നെ താഴെ എല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇൻവിസിബിൾ സിബ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് മെയിൻ ഭാഗം ഇങ്ങനെയാണ് ഇടേണ്ടത്, ഫ്രണ്ടിലേക്കാണ് ഇടേണ്ടത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സിബ് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ടിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആ ഒരു സിബിൻ്റെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഫൂട്ടൊന്ന് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കാണിച്ചിട്ടുണ്ട്, ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ലോണം പതുക്കെ ഇത് ചെയ്താൽ മതി. അപ്പം ഞാനിതാ ഇവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിബ് രണ്ടും ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗം ആദ്യം പിന്നു കുത്തി വെച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയാവും. അപ്പം ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് പിന്നു കുത്തി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. അപ്പം ഞാനിത് അവിടെ ചെയ്തുമ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പുറത്തേക്ക് സിബ് ഒന്നും കാണുന്നില്ല. നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി, നല്ലോണം കിട്ടും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഷോൾഡർ രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും നല്ല വശവും ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. 1/2 ഇഞ്ചാണ് ഞാനിവിടെ അടിക്കുന്നത്. 1/2 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. 3-4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ ഏറ്റവും അടിഭാഗം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ യോക്കിലൊന്ന് ജോയിൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിന് സ്ലീവ് നോക്കുന്ന സമയത്ത് ഒരു ഷേപ്പിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു കോണൊന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മതി. ഞാനിവിടെ എന്തോ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ കോണൊന്ന് മാറ്റിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പം ഞാനിവിടെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മുടെ യോക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ സ്ലീവ് രണ്ടും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തും കൂടി കൊടുക്കണം. ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സിബൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ട് യോക്കും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ വേസ്റ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ച് വെക്കണം. അപ്പോൾ സ്ലീവ് വെച്ച് ഉടനെ തന്നെ നമ്മൾ ഈ ഒരു ഷേപ്പും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ബോട്ടം പാർട്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഇതിനകത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 8.5 ആണ്. എൻ്റെ ചെസ്റ്റ് വരുന്നത് 30 ആയിരുന്നു. അതിന് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് സീം അലവൻസ് മാറ്റിയിട്ടുള്ള നമ്മുടെ ഷേപ്പ് എത്രയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ വേസ്റ്റും ചെസ്റ്റും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്ലീവ് വെച്ചിട്ട് താഴേക്കും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. ഈ ഒരു മെഷർമെന്റിൽ ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തന്നെ നമുക്ക് ബാക്കിൽ വള്ളി എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇനി താഴെ ാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ബോട്ടം പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മൾ 2 ഭാഗം ഓപ്പൺ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത്. നമ്മൾ മെറ്റീരിയൽ ഫുള്ളായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഭാഗം മാത്രം നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ട് താഴേക്കുള്ളത് അതൊന്ന് ആദ്യം ഫോൾഡ് ചെയ്ത് അടിക്കുന്നുണ്ട്. അത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ബാക്കി ഫുള്ള് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം ആ ഒരു 2 ഭാഗം ഒന്ന് 1/4 ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു യോക്കിന്റെ റൗണ്ടിൽ വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് കുഞ്ഞതായിട്ട് തോന്നുന്ന രീതിയിലുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യോക്കിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു യോക്കിന്റെ റൗണ്ട് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പ്ലീറ്റ്സ് ഒന്ന് ചെറുതായിട്ട് അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതായത് ഒന്നുമില്ല, നമ്മുടെ യോക്കിൻ്റെ ആ റൗണ്ട് തന്നെ കിട്ടണം നമ്മുടെ താഴ്ഭാഗവും. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ചെറിയൊരു ഡിഫറൻസ് വേണമെങ്കിൽ നിങ്ങൾ അവിടെ അകത്തിയിട്ട് വേണം ഈ ബോട്ടം പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മടക്കി അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു 2 ഭാഗം. അപ്പോൾ അതാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കേണ്ടത്. ഫ്രണ്ട് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ആ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് വേണം റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അകലം വേണമെങ്കിൽ ഇപ്പോഴാണ് നമ്മൾ അകത്തി കൊടുക്കേണ്ടത്. അതായത് 1/2 ഇഞ്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതാ റൗണ്ടിൽ ഇങ്ങനെ നല്ല ഭാഗം രണ്ട് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇപ്പുറ വശത്ത് ആ മറ്റേ ഭാഗം വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് 2 ഭാഗത്തും 1/4 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. റൗണ്ടിൽ 1/4 ഇഞ്ച് മാത്രമാണ് ഞാൻ വിടുന്നത്. പക്ഷെ ഞാനിത് അഴിച്ചിട്ട് 2 ഒപ്പം തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അത് കാണിക്കുന്നില്ല. ഞാൻ ആദ്യം 1/4 ഇഞ്ചിലായിരുന്നു ചെയ്തത്. എനിക്കത് ഇഷ്ടമായില്ല. കുറച്ച് അകന്ന് നിൽക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാനത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന രീതിയിൽ ആ 1/4 ഇഞ്ച് ഒഴിവാക്കിയിട്ട് മുട്ടിച്ച് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അത് ഇവിടെ അകന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നല്ലോണം ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി അകത്തി വെച്ചാൽ മതി കേട്ടോ. ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫുള്ള് ഞാൻ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണുള്ളത്. ഇത് ഞാൻ 1/4 ഇഞ്ചിൽ അകത്തിയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഏറ്റവും താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ, 1/4 ഇഞ്ച് ആണെങ്കിൽ 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ചാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ലാസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ റീലൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.